മനോഹരമായിട്ടുള്ളൊരു കഥ കേൾക്കാം. ഒരിക്കൽ സ്കൂളിലെ ഇൻ്റർവെൽ ടൈമിൽ ഒരു കുട്ടി മരത്തിൻ്റെ അടിയിൽ വളരെ വിഷമിച്ചിരിക്കുന്നത് ടീച്ചർ കണ്ടു. ടീച്ചർ ആ മോനെ അടുത്ത് വിളിച്ചിരുത്തി ചോദിച്ചു, എന്താണ് നിൻ്റെ പ്രശ്നം? എന്തിനാണ് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ കുട്ടി ടീച്ചറിനോട് മറുപടി പറഞ്ഞു, ടീച്ചറെ, എനിക്ക് എപ്പോഴും ദേഷ്യം വരികയാണ്. എനിക്ക് എല്ലാത്തിനോടും ദേഷ്യമാണ്. എനിക്കറിയാം എൻ്റെ ഈ സ്വഭാവം കൊണ്ട് മറ്റുള്ളവർ കഷ്ടപ്പെടുന്നുണ്ടെന്ന്. എൻ്റെ നല്ല ഫ്രണ്ട്സ് ഇല്ല, എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും എന്നെ കൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. എങ്കിലും എനിക്ക് എൻ്റെ ഈ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരികയാണ്. ദേഷ്യം വന്നാൽ ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ടീച്ചറെല്ലാം ക്ഷമയോടെ കേട്ട ശേഷം സ്റ്റാഫ് റൂമിൽ പോയി കുറച്ച് ആണികൾ എടുത്തുകൊണ്ടുവന്ന് കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ ഇനി ഓരോ തവണ ദേഷ്യം വരുമ്പോഴും ഈ ആണി ഓരോന്നായി എടുത്ത് നിന്റെ റൂമിന്റെ ഭിത്തിയിൽ അടിക്കണം. അപ്പൊ കുട്ടി ചോദിച്ചു, എന്തിനാണ് ടീച്ചർ ഞാനിങ്ങനെ ചെയ്യുന്നേ? ടീച്ചർ പറഞ്ഞു, നീ ഇത് ചെയ്യൂ, നിന്റെ ദേഷ്യം ക്രമേണ കുറഞ്ഞോളും. കുട്ടി ടീച്ചർ പറഞ്ഞതനുസരിച്ചു. ഓരോ തവണ അവന് ദേഷ്യം വരുമ്പോൾ അവൻ ഓരോ ആണിയായിട്ട് എടുത്ത് മതിലിൽ അടിക്കാൻ തുടങ്ങി. അങ്ങനെ പതിയെ പതിയെ അവന്റെ ദേഷ്യം കൺട്രോളായി. ആണി അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവൻ ദേഷ്യം പതിയെ കുറച്ചു. അങ്ങനെ ഒരു ദിവസം അവൻ ടീച്ചറിനെ കണ്ടപ്പോൾ പറഞ്ഞു, ടീച്ചറെ, എൻ്റെ ദേഷ്യം ഇപ്പോൾ എല്ലാം മാറി. ഞാനിപ്പോൾ ആണിയൊന്നും അടിക്കാറില്ല, കാരണം ഞാൻ ദേഷ്യപ്പെടാറേ ഇല്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു, വാ, നമുക്ക് നിന്റെ വീട്ടിലേക്ക് ചെല്ലാം. ടീച്ചറും കുട്ടിയും കൂടി വീട്ടിൽ ചെന്ന് ആണിയെല്ലാം ഇളക്കി മാറ്റി. അതിനുശേഷം കുട്ടിയോട് പറഞ്ഞു, കണ്ടോ മോനെ, നീ ആണി അടിച്ചിട്ട് അത് ഇളക്കി മാറ്റിയ ശേഷവും പാട് അങ്ങനെ തന്നെ ഭിത്തിയിൽ നിലനിൽക്കുന്നുണ്ട്. ആണി അടിച്ച പാട് അങ്ങനെ തന്നെ ഭിത്തിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ഓരോ തവണ ദേഷ്യപ്പെടുമ്പോഴും. നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എത്ര സോറി പറഞ്ഞാലും ആ ഒരു പാട്, ആ ഒരു അകൽച്ച നമ്മളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് നീ നിന്റെ ദേഷ്യത്തെ പൂർണ്ണമായും മാറ്റണം. ഈ ഒരു പാട് കുട്ടിക്ക് അവൻ്റെ ലൈഫ് ലോങ് യൂസ്ഫുള്ളായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പാഠം മനസ്സിലുണ്ടാവണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.